പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം തുടങ്ങി. വയനാട്ടിലെത്തിയ അന്വേഷണ സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. മൊഴിയെടുക്കാനായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച ജില്ലയിലെത്താൻ സിബിഐ നിർദ്ദേശിച്ചു. ഉച്ചയോടെയാണ് ഡൽഹിയിൽ നിന്നുള്ള 4-അംഗ സിബിഐ അന്വേഷണ സംഘം വയനാട്ടിലെത്തിയത്. വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനുമായി സിബിഐ ഉദ്യോഗസ്ഥർ കേസിന്റെ വിശദാംശങ്ങൾ സംസാരിച്ചു. വരുന്ന ചൊവ്വാഴ്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണാനായി വയനാട്ടിലെത്തും. സിബിഐ അന്വേഷണം എന്നതുകൊണ്ട് സർക്കാർ നടത്തിയ ഇടപെടൽ മറക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ പരമാവധി പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. സിബിഐയുടെ അന്വേഷണത്തിൽ എല്ലാ പ്രതികളെയും പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചു. ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷ കൊണ്ട് നല്ല സത്യം പുറത്തു കൊണ്ടുവരും. പുറത്തു കിടക്കുന്ന കുറ്റവാളികളെല്ലാം സിബിഐ അന്വേഷിച്ചു കൊണ്ടുവരും. സ്റ്റാഫ് ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരും. ഉൾപ്പെടുത്തുന്നത് അവർ ശിക്ഷിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൽ. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് ഉടൻ സിബിഐക്ക് കൈമാറും. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതിനു ശേഷമായിരിക്കും കേസിന്റെ രേഖകൾ സിബിഐ സംഘത്തിന് കൈമാറുക. കോളേജിലെ സിദ്ധാർത്ഥന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും ഹോസ്റ്റൽ ജീവനക്കാരുടെയും മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയേക്കും. ആത്മഹത്യാ പ്രേരണ, കൊലപാതകം, ഗൂഢാലോചന എന്നിവ അന്വേഷിക്കണമെന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. റിപ്പോർട്ടർ, വയനാട്.